ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 38 മരുത്വാമലയിൽ. ഭാഗം 38 മരുത്വാമലയിൽ ഇവിടെ ആരംഭിക്കുന്നു. യോഗവിദ്യയിൽ തൻ്റെ ഗുരുവായിരുന്ന തൈക്കട്ടയ്യാവു സ്വാമികളുടെ തപസ്സനുഷ്ഠിക്കണമെന്ന ഉപദേശവും തൻ്റെ ആഗ്രഹവും നാണുഭക്തൻ്റെ ഹൃദയത്തിൽ ഒരു തീർത്ഥം പോലെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയായിരുന്നു. ഏകാന്തവാസത്തിനും തപാനുഷ്ഠാനത്തിനും വളരെ കാലമായി ദാഹിച്ചിരിക്കുകയായിരുന്നു നാണുഭക്തൻ. അതിനുള്ള കാലം സമാഗതമായിരിക്കുന്നു എന്ന തോന്നൽ അപ്പോൾ ശക്തമായി. വൈരാഗ്യവും ത്യാഗവും കൊണ്ട് പരിപാകപ്പെട്ട മനസ്സോടെ നാണുഭക്തൻ ജനവാസ കേന്ദ്രങ്ങൾ വിട്ട് ഏകാന്ത പതികനായി അകലങ്ങളിലേക്ക് നടക്കുവാൻ തുടങ്ങി. ആളും ആരവങ്ങളും ക്രമേണ അകന്നകന്നുപോയി. ഒരു നാളിൽ നാഗർകോവിലിനടുത്തുള്ള പൊറ്റേടി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. മുന്നിൽ പശ്ചിമഘട്ട മലനിരകൾ ആകാശമൊഴികൾക്കായി കാതോർത്തു നിൽക്കുന്ന കാഴ്ച അത് നാണുഭക്തനെ അങ്ങേയറ്റം ആകർഷിച്ചു. അഗസ്ത്യമുനി തപം ചെയ്ത പുണ്യഗിരിയാണതെന്നോർത്തു. അപ്പോൾ നാണുഭക്തൻ്റെ ഉള്ള് ഒന്നുകൂടി തണുത്തു. ഇവിടം തന്നെയാണ് തൻ്റെയും തപോഭൂമിയെന്ന് ആരോ ഓർമ്മിപ്പിക്കുന്നത് പോലെ അന്തരംഗത്തിൽ എവിടെയോ നിന്നൊരു അരുളിപ്പാടിൻ്റെ മുഴക്കം നാണുഭക്തൻ കേട്ടു. ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളും പറ്റിച്ചേർന്ന് ആകാശചുംബിയായി നിൽക്കുന്ന ആ മഹാമേരുവിലേക്കുള്ള കയറ്റം കഠിനമായി തോന്നിയില്ല. നടന്നു പതിഞ്ഞ വഴികളൊന്നും തെളിഞ്ഞു കാണുവാനും ഉണ്ടായിരുന്നില്ല. കല്ലും മുള്ളും കുത്തനെയുള്ള കയറ്റവും ഇറക്കവുമൊക്കെ താണ്ടി ആ പരുക്കൻ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നാണുഭക്തൻ ആ മലയിലേക്ക് വലിഞ്ഞു കയറി. കയറും തോറും പിന്നെയും പിന്നെയും ആ മലയ്ക്ക് ഉയരം കൂടി വരുന്നതായി തോന്നി. ഇടയ്ക്ക് ചില കല്ലിന്മേലിരുന്ന് അല്പമൊക്കെ വിശ്രമിച്ചു. പോകുന്ന വഴിക്ക് കണ്ട ചില ചെടികളുടെ ഇലകൾ അടർത്തി മണത്തു നോക്കുകയും മറ്റു ചിലത് രുചിച്ചു നോക്കുകയും ചെയ്തു. തളർത്തിക്കളയുന്ന ഒരു നവോന്മേഷത്താൽ ഉത്സാഹഭരിതനായിരുന്നു നാണുഭക്തൻ. ഇഴജന്തുക്കളും കാട്ടുമൃഗങ്ങളുമൊക്കെ ഭയം നോടാതെ തങ്ങളുടെ നവാതിഥിക്ക് മംഗളമേകി വഴിമാറിക്കൊടുത്തു. ആ മലയ്ക്കാകെ മരുന്നിൻ്റെ മണമാണുള്ളതെന്ന് നാണുഭക്തന് തോന്നി. ആ മരുന്നു മാമലയുടെ പേര് മരുത്വാമല എന്നായിരുന്നു. മരുന്തുവാഴും മല എന്ന പൗരാണിക പ്രസിദ്ധി കൂടിയുള്ള പ്രകൃതി രമണീയമായ ആ മലയുടെ നെറുകയിലേക്കുള്ള നാണുഭക്തൻ്റെ പദസഞ്ചലനം ഒരു പ്രാർത്ഥനാലാപനത്തിൻ്റെ ഈരടികൾ പോലെയായിരുന്നു. മലകളുടെ മാതാവെന്ന പോലെ തേജസ്വിനിയായി നിലകൊള്ളുന്ന മരുത്വാമലയുടെ മുകളിൽ നിന്ന് നാണുഭക്തൻ ചുറ്റാകെയൊന്ന് നോക്കി. വളരെ ഹൃദ്യമായിരുന്നു ആ കാഴ്ച. അസുലഭമായ ഒരു ദിവ്യാനുഭൂതി അവിടമെങ്ങും നിറഞ്ഞു നിന്നിരുന്നു. തൻ്റെ തപസ്സിനായി പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ചെറിയൊരു ഗുഹാതടം നാണുഭക്തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾക്ക് കഷ്ടിച്ച് ഉള്ളിലേക്ക് കടക്കാവുന്ന ഇടുങ്ങിയ ഒരു പ്രവേശന ദ്വാരത്തോടു കൂടിയതായിരുന്നു ആ ഗുഹ. നാണുഭക്തൻ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. ഇരിക്കാനും കിടക്കാനും വേണ്ട ഇടം അതിനുള്ളിലുണ്ടായിരുന്നു. മണൽ വിരിക്കപ്പെട്ടതുപോലെ കിടന്നിരുന്ന ആ ഗുഹാതലത്തിലിരിക്കുമ്പോൾ അറബിക്കടലിൽ നിന്നുമുള്ള കാറ്റിൻ്റെ അലകൾ വന്നു നാണുഭക്തൻ്റെ മേലാകെ തലോടുവാൻ തുടങ്ങി. അഗസ്ത്യമുനിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുവായി പിറന്ന പടി പ്രത്യക്ഷപ്പെട്ടിടമാണെന്നു സങ്കല്പിച്ചു പോന്നിരുന്നതിനാലാണ് ആ ഗുഹാതടത്തിന് പിള്ളത്തടമെന്ന പേര് വന്നിരുന്നത്. ആ പിള്ളത്തടം ഗുഹയിൽ നാണുഭക്തൻ തപോനിരതനായിരുന്നു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ.
നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടാമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 38 മരുത്വമലയിൽ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.